നമസ്കാരം. CPM-നെ സംബന്ധിച്ച് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന ഒരു വനിതാ നേതാവാണ് വീണ ജോർജ്. ദീർഘകാലം മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന വീണ ജോർജ് ആറന്മുളയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള കെ ശിവദാസനെതിരെ മത്സരിച്ച് ശിവദാസനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നിയമസഭയിലേക്ക് വീണ ജോർജ് എത്തിയത്. 2016 മുതൽ വീണ ജോർജാണ് ആറന്മുളയെ പ്രതിനിധീകരിക്കുന്നത്. 57 രൂപീകരിക്കപ്പെട്ട മണ്ഡലം ദീർഘകാലം കോൺഗ്രസിനും UDF-നും ഒപ്പമായിരുന്നു നിലകൊണ്ടത്. എന്നാൽ പിന്നീട് 96-ൽ കടമനിട്ട രാമകൃഷ്ണനിലൂടെ CPM ആറന്മുള മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കുകയായിരുന്നു. പിന്നീട് കോൺഗ്രസും CPM-ഉം മാറി മാറി ആ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കാണാനായത്. അങ്ങനെ 2016-ൽ വിജയിച്ച വീണ ജോർജ് 21-ലും തൻ്റെ വിജയം ആറന്മുളയിൽ ആവർത്തിച്ചു. മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന വീണ ജോർജിൻ്റെ വാക്ചാതുര്യത്തിന് മുന്നിൽ ആറന്മുള വീണ്ടും ഇടത്തേക്ക് ചായുകയായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം പത്തനംതിട്ടയിലെ ആ മാറിയ രാഷ്ട്രീയ സാഹചര്യം അതിനെ വളരെ കൃത്യമായി രാഷ്ട്രീയകരമായി തന്നെ മുതലെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു BJP അവിടെ കഴിഞ്ഞ തവണ അവലംബിച്ചത്. എന്നാൽ അത് ഗുണം ചെയ്തില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കോൺഗ്രസും ശബരിമല യുവതീ പ്രവേശന വിഷയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ആ മണ്ഡലത്തിലെ പ്രാധാന്യമുള്ള ക്രൈസ്തവ വോട്ടുകൾ അത് ഒപ്പം നിർത്താനായതാണ് വീണ ജോർജിനെ സംബന്ധിച്ച് വിജയത്തിൻ്റെ തിളക്കം കൂട്ടിയത്. ഇതോടെ അവർക്ക് മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനവും ലഭിച്ചു. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പ്രശംസ ഏറ്റുവാങ്ങിയ KK ശൈലജയുടെ പിൻഗാമിയായിട്ടാണ് ആറന്മുള MLA വീണ ജോർജ് ആരോഗ്യ ഭക്ഷ്യ വകുപ്പുകളുടെയൊക്കെ തന്നെ ചുമതലയുള്ള മന്ത്രിയാകുന്നത്. KK ശൈലജ നമുക്കറിയാം റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിട്ടും അവർക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കാത്തതിൻ്റെ നീരസം അത് CPM-നുള്ളിൽ തന്നെ ചിലർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിനിടെയാണ് വീണ ജോർജിന് ഈ ചുമതല ലഭിക്കുന്നത്. എന്നാൽ മന്ത്രി കസേരയിൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ മറ്റൊരു മന്ത്രിക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒട്ടേറെ വിവാദങ്ങളാണ് വീണ ജോർജിനെ തേടിയെത്തിയത്. മന്ത്രി വീണയ്ക്കെതിരെ പ്രധാനമായിട്ടും ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അത് ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നുള്ളത്. കായംകുളം MLA പ്രതിഭ പരസ്യ പ്രതികരണം നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. അതായത് മന്ത്രി എത്ര വിളിച്ചാലും ഫോൺ എടുക്കില്ലെന്ന് പൊതുവേദിയിൽ പ്രതിഭ ആക്ഷേപം ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള വിമർശനമാണെന്ന് പല കോണുകളിൽ നിന്നും ഒരു അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു. കായംകുളത്തെ പ്രതിഭയുമായിട്ടുള്ള CPM-ൻ്റെ തർക്കങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആറന്മുളയിൽ CPM-ഉം വീണയും കായംകുളത്തെ പോലെ അത്ര ഒരു സുഖത്തിലല്ല അല്ലെങ്കിൽ രസത്തിലല്ല എന്ന് തന്നെ പറയാം. പാർട്ടിക്കുള്ളിൽ വീണയ്ക്കെതിരെ കലാപക്കൊടി ഉയർന്നാലും വീണ തന്നെ അടുത്ത തവണയും ആറന്മുളയിൽ മത്സരിക്കും എന്ന് തന്നെയാണ് സൂചനകൾ. അങ്ങനെ വീണ തന്നെ മത്സരിച്ചാൽ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വേണമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസും UDF നേതൃത്വവും സ്വീകരിക്കുന്നത്. അങ്ങനെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തേടുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ ആദ്യമേ ഉള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെയാണ്. ഞാനിനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് അച്ചു ഉമ്മൻ പറയുമ്പോഴും പാർട്ടി ഒരു നിർണായകമായിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ അച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയും. കാരണം തൻ്റെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് ഉമ്മൻചാണ്ടി എന്നും എതിരായിരുന്നു. ചാണ്ടി ഉമ്മൻ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമാകുവാൻ പല ആവർത്തി ശ്രമിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശക്തമായിട്ടുള്ള പിന്തുണയൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അച്ചുവരെയായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് പുതുപ്പള്ളിയിൽ ഏറ്റവും അധികം പരിഗണിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ മതിയെന്നും എൻ്റെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ അത് ചാണ്ടിയാണെന്നുമായിരുന്നു അന്ന് അച്ചു ഉമ്മൻ പ്രതികരിച്ചിരുന്നത്. നമുക്കറിയാം പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അച്ചു ഉമ്മൻ തന്നെയായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളരെ ചടുലതയോടുകൂടിയുള്ള ഒരു സംസാരമായിരുന്നു, പ്രതികരണമൊക്കെയായിരുന്നു അച്ചുവിനെ വോട്ടർമാർക്കിടയിൽ തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിരുന്നത്. കോൺഗ്രസിലെ തന്നെ യുവ നേതൃത്വവുമായിട്ട് അച്ചു ഉമ്മന് വളരെയധികം ആത്മബന്ധമുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും അച്ചു ഉമ്മൻ തൻ്റെ തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ച് അവിടെ ഓടിയെത്തിയിരുന്നു. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആളുകളെ കൂട്ടുവാനുള്ള അതേ കഴിവ്, ആ മികവ് തന്നെ മകളായിട്ടുള്ള അച്ചു ഉമ്മനും ഉണ്ടെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം. കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞുള്ള വളവള പ്രതികരണങ്ങളല്ല അച്ചു ഉമ്മൻ നടത്താറുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തോടെയുള്ള ഒരു രാഷ്ട്രീയമാണ് അവരെപ്പോഴും സംസാരിക്കാറുള്ളത്. നമുക്കറിയാം വ്യാപകമായിട്ട് സൈബർ ആക്രമണം, അതിക്രമമൊക്കെ തന്നെ തനിക്കെതിരെ നടന്ന ഘട്ടത്തിൽ പോലും വളരെ ആർജവത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി തല താഴ്ത്താതെ തൻ്റെ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറയുവാൻ അച്ചുവിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു
സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു അച്ചുമ്മൻ എന്ന് പറയാതെ വയ്യ. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന അച്ചുവിന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിലും തൻ്റെ പിതാവിൻ്റെ ജീവനായിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആവശ്യപ്പെട്ടാൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുവാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ വീണയ്ക്കെതിരെ അച്ചുമ്മൻ ഇറങ്ങിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. കാരണം അതിന് ഒട്ടേറെ കാരണങ്ങൾ കൂടിയുണ്ട്. പ്രധാന കാരണം തന്നെ നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ അത് തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനായിട്ട് അച്ചുമ്മന് കഴിയുമെന്ന് തന്നെയാണ്. കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അകന്നുപോയ പാർട്ടി വോട്ടുകളെ അച്ചുവിനെ സംബന്ധിച്ച് നിഷ്പ്രയാസം അത് തിരികെ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ യുവാക്കളുടെ വോട്ടും അച്ചുമ്മന് തന്നെ ലഭിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ എല്ലാ സ്നേഹവും അതുപോലെ തന്നെ കരുതലും അവരുടെ വാത്സല്യവും ഒക്കെ തന്നെ അച്ചുവിന് വിജയത്തിൽ പൊൻതുവലായി മാറുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അച്ചുമ്മൻ ആറന്മുളയിലേക്ക് വണ്ടി കയറിയാൽ സമാനതകളില്ലാത്ത ഒരു വിജയമായിരിക്കും മണ്ഡലത്തിൽ UDF നേടുക. ഏറെക്കുറെ ഇത്തരമൊരു തീരുമാന നേതൃത്വം അച്ചുവുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ പരമാവധി മണ്ഡലങ്ങൾ അത് ഏത് വിധേനയും കൈക്കലാക്കുവാനുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ ആറന്മുളയിൽ അച്ചുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇപ്പോൾ ഏറെ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്. അങ്ങനെയെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള ഒരു ശ്രദ്ധാകേന്ദ്രമായി തന്നെ രാഷ്ട്രീയ കേരളത്തിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.